ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഓറിയൻ്റൽ ഡാർട്ടർ അഥവാ ചേരക്കോഴി. അൻഹിംഗ മെലനോഗാസ്റ്റർ എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ. പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഓറിയൻ്റൽ ഡാർട്ടർ അഥവാ ചേരക്കോഴി. അൻഹിംഗ മെലനോഗാസ്റ്റർ എന്നതാണ് ശാസ്ത്രനാമം. ചേരക്കോഴി കേരളത്തിലെ സ്ഥിരവാസിയായ ഒരു നീർപക്ഷിയാണ്. കടലോരങ്ങളിലും തണ്ണീർത്തടങ്ങളിലും കായലുകളിലും കണ്ടൽ പ്രദേശങ്ങളിലും മലമ്പ്രദേശങ്ങളിലെ തടാകങ്ങളിലും ഇടനാടൻ ശുദ്ധജല തടാകങ്ങളിലും വിശാലമായ ശുദ്ധജല സംഭരണികളിലും ചേരക്കോഴിയെ ഒറ്റക്കും ചെറുകൂട്ടങ്ങളായും കാണാവുന്നതാണ്. പക്ഷിക്ക് ചേക്കേറാൻ ജലാശയത്തിനടുത്ത് ചെറിയ വൃക്ഷങ്ങൾ അത്യാവശ്യമാണ്. പക്ഷിക്ക് ഒരു നീർക്കാക്കാളും വലിപ്പമുണ്ടാകും. പക്ഷി വെള്ളത്തിനുള്ളപ്പോൾ അവയുടെ നീണ്ടു നേർത്ത കഴുത്ത് ഒരു പാമ്പിനെ പോലെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനാലാകണം പക്ഷിക്ക് ചേരക്കോഴി എന്ന് പേര് വരാൻ കാരണം. പക്ഷിയുടെ ദേഹവും വാലും കറുപ്പ് നിറമാണ്. പുറത്ത് തൂങ്ങിക്കിടക്കുന്ന ചിറകിലെ നീണ്ട തൂവലുകൾക്ക് വെള്ളി പോലെ തിളങ്ങുന്ന വെള്ള നിറമാണ്. തലയും കഴുത്തും തിളക്കമുള്ള തവിട്ട് നിറം. മുഖം, താടി, തൊണ്ട എന്നിവ ഏറെക്കുറെ വെള്ള നിറം. തലയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വെള്ളപ്പട്ട കഴുത്തിൻ്റെ പാർശ്വഭാഗത്തുകൂടി താഴോട്ട് നീങ്ങിക്കിടക്കുന്നു. പക്ഷിയുടെ ദേഹത്തിൻ്റെ അടിഭാഗമെല്ലാം ചാരനിറം കലർന്ന തവിട്ട് നിറം. പക്ഷിയുടെ വാൽ നീളമുള്ളതും 12 ബലമുള്ള തൂവലുകൾ കൂടിയതാണ്. വാലിൻ്റെ അഗ്രം അർദ്ധവൃത്താകൃതിയിലുള്ളതാണ്. പക്ഷിയുടെ കാലുകൾ കുറിയതും വിരലുകൾ താറാവിൻ്റേതുപോലെ ചർമ്മബന്ധിതവുമാണ്. പ്രായമെത്താത്തതും പ്രജനനം നടത്താത്തതുമായ പക്ഷികളുടെ പാദങ്ങൾക്ക് മഞ്ഞ നിറമായിരിക്കും. പ്രജനനത്തിലേർപ്പെട്ടിരിക്കുന്ന പക്ഷികളുടെ കാലുകൾക്ക് ചാരനിറവും പാദങ്ങൾക്ക് മഞ്ഞ നിറവുമായിരിക്കും. പക്ഷിയുടെ കഴുത്ത് വളരെ നീളമുള്ളതും നല്ല ബലമുള്ള പേശിയുള്ളതുമാണ്. ചേരക്കോഴി ആഹാരം സമ്പാദിക്കുന്നത് വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നീണ്ട് കൂർത്ത കൊക്ക് ഒരു അമ്പ് പോലെ ഉപയോഗിച്ചാണ്. വെള്ളത്തിൽ ശരവേഗത്തിൽ സഞ്ചരിക്കുവാനും നീണ്ടു വളഞ്ഞ കഴുത്തും കൂർത്ത നീളമുള്ള കൊക്കും ഉപയോഗിച്ച് മത്സ്യം കൊത്തിയെടുക്കാൻ പക്ഷിക്ക് അപാരമായ കഴിവുമുണ്ട്. കൊത്തിയെടുത്ത മത്സ്യം കൊക്കിൽ നിന്നും തെന്നിപ്പോകാതിരിക്കാൻ പക്ഷിയുടെ കൊക്കിൻ്റെ വക്കുകളിലുള്ള അറക്കവാളിൻ്റേതുപോലുള്ള കൂർത്ത മുനകൾ സഹായിക്കുന്നു. പക്ഷിയുടെ വെള്ളക്കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞ കൺവളയമുണ്ട്. കൊക്കിൻ്റെ മേൽപോളയുടെ അഗ്രം കടും ചാരനിറവും കടഭാഗം വിളറിയ തവിട്ട് നിറവുമാണ്. കൊക്കിൻ്റെ കീഴ്പോള ഏറെക്കുറെ മഞ്ഞ നിറമാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും ഏറെക്കുറെ ഒരേപോലിരിക്കും. പെൺപക്ഷിയുടെ കൊക്ക് താരതമ്യേന ചെറുതായിരിക്കും. പ്രായമെത്താത്ത പക്ഷിയുടെ കഴുത്ത് മങ്ങിയ തവിട്ട് നിറവും അടിഭാഗമെല്ലാം വെള്ള നിറവുമായിരിക്കും. അവയുടെ കഴുത്തിൻ്റെ പാർശ്വഭാഗത്തു കൂടിയുള്ള വെള്ളപ്പട്ട തെളിഞ്ഞു കാണില്ല. പക്ഷിയുടെ പ്രധാന ആഹാരം മത്സ്യമാണ്. അധികവും ഒറ്റക്കാണ് ഇരപിടിക്കുന്നത്. ചേരക്കോഴി വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നീന്തുമ്പോൾ മിക്ക സമയത്തും പക്ഷിയുടെ തലയും കഴുത്തും മാത്രമേ ജലനിരപ്പിന് മീതെ കാണുകയുള്ളൂ. ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന പക്ഷി തല ഇരുവശത്തേക്കും വീണ്ടും വീണ്ടും തിരിക്കുകയും വെട്ടിക്കുകയും കഴുത്ത് താഴ്ത്തിപ്പോക്കി ആട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷി കൊത്തിപ്പിടിച്ച മത്സ്യവും കൊണ്ട് ജലോപരിതലത്തിൽ വന്ന് ഇരയെ തല കീഴ്പോട്ടാക്കി വിഴുങ്ങുകയാണ് പതിവ്. വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് മീൻ പിടിക്കാൻ സമർത്ഥനായ പക്ഷിക്ക് നല്ല വേഗതയോടെ പറക്കുവാനും സാധിക്കും. നീർക്കാക്കകളെ പോലെ തന്നെ ചേരക്കോഴിയും കുറേ നേരം വെള്ളത്തിൽ ചിലവഴിച്ച ശേഷം അവയുടെ തൂവലുകൾ ഉണക്കുവാൻ വല്ല മരക്കുറ്റിയിലോ മരച്ചില്ലയിലോ തെങ്ങോലയിലോ പാറക്കല്ലിലോ മറ്റോ കയറി ഇരുന്ന് ചിറകുകൾ നിവർത്തി പിടിച്ചിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചേരക്കോഴിയുടെ പ്രജനനകാലം. വെള്ളത്താൽ ചുറ്റപ്പെട്ട മരങ്ങളിൽ മിക്കവാറും കണ്ടൽ മരങ്ങളിലാണ് കൂടുവെക്കുക. 2 3 അതിലധികമോ ഇണകൾ ഒന്നിച്ച് പലപ്പോഴും മറ്റ് നീർപക്ഷികളുടെ കൂടുകളുള്ള മരത്തിലാണ് ചുള്ളിക്കമ്പ് നിരത്തി വെച്ച് കൂട് കെട്ടുക. കൂട്ടിൽ 2 മുതൽ 6 വരെ മുട്ടകളുണ്ടാകും. നീലയും പച്ചയും കലർന്ന നിറത്തിലുള്ള പമ്പരത്തിൻ്റെ ആകൃതിയിലുള്ളവയാണ് മുട്ടകൾ. ആൺപക്ഷിയും പെൺപക്ഷിയും അടയിരിക്കും.
മുട്ട വിരിയാൻ 26 മുതൽ 30 ദിവസം വരെ എടുക്കും. ചിറക് മുളച്ച് പറക്കാറാകാൻ 7 ആഴ്ചകളോളം എടുക്കും. കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തി എത്താൻ 2 വർഷം എടുക്കും. ചേരക്കോഴികൾ 9 വർഷം വരെ ജീവിച്ചിരിക്കും. ചേരക്കോഴികളെ തെക്കേ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കണ്ടുവരുന്നു. ചേരക്കോഴികൾ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ്. IUCN റെഡ് ലിസ്റ്റിൽ നിയർ ത്രെട്ടൻഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ചേരക്കോഴി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.